ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയുന്നത്. എനിക്ക് 2-3 ദിവസമായിട്ട് കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ജോലി തിരക്കായിരുന്നു കേട്ടോ. ജോലി സ്ഥലത്ത് ഇച്ചിരി ജോലി കൂടുതലായിരുന്നു. അപ്പം ഞാൻ രാത്രിയാവും ഫ്രീ ആകുമ്പോഴേക്കും. അപ്പോഴേക്കും ഈ ചൂടും ജോലിയുടെ ഇതൊക്കെ കാരണം നമുക്ക് നല്ല ക്ഷീണമായി നേരത്തെ കിടന്നുറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റാത്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് തരുന്നത് നിങ്ങളുടെ കമൻസിന് തന്നെയാണ്. അപ്പം അത് ഞാൻ കുത്തിയിരുന്ന് വായിച്ച് അതിന് റിപ്ലൈ തന്നാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. എല്ലാം വായിക്കണം. പക്ഷേ ഇപ്പം നോട്ടിഫിക്കേഷൻ പോലും എനിക്ക് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ജോലിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇതിനിടയ്ക്കാണ് നോട്ടിഫിക്കേഷൻ കണ്ട് ഇടാറുണ്ടല്ലോ, റിപ്ലൈയും കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം മേടിച്ചിട്ട് വന്ന സ്നാക്സാണ് കേട്ടോ. ശർമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നേ. എൻ്റെ ഒരു അബദ്ധത്തിൽ ഞാൻ വന്ന വഴി ചുറ്റോടുള്ളൊരു കസേര എടുപ്പുണ്ടല്ലോ, ആ കസേരയിലോട്ട് വെച്ച്. ഇപ്പോൾ ശർമ്മയുടെ ഒരു സൊണാലി എന്ന് പറഞ്ഞ കോഴീനെ ഉണ്ട്, എനിക്കറിയില്ല. അത് മുട്ടയിട്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കാനായിട്ട്. അപ്പം നടന്ന സംഭവമാണിത്. ഇതുണ്ടോ, അതിനോട് ഭയങ്കര ഇവർക്കും ഇഷ്ടമാണ്. വെള്ളയും കറുത്തവനും കൂടി ഈ സ്നാക്സിന് വേണ്ടിയുള്ള ഇടിയാണ് കേട്ടോ. ഇടിച്ചിടിച്ചാണ് ഞാനിത് ഇവരെന്തായാലും തട്ടി താഴ്ത്തിട്ടല്ലോ. അപ്പം ഞാൻ ആ ചാക്ക് വിരിച്ചിട്ട് അതേലും ഇട്ട് കൊടുത്തതാണ്. അതിപ്പോൾ എവിടേക്കാണ് കിടക്കണില്ല, അങ്ങ് ദൂരെ വരെയും കിടക്കുന്ന കണ്ടത്. എന്നുവെച്ചാൽ ഈ ഇട്ട് കഴിഞ്ഞിട്ട് പാത്രത്തിൽ കൊടുത്തില്ല, ഇതിങ്ങനെ ഇതായിട്ട് ഇതായാലും ഇട്ട് കൊടുത്തതാണ്. അവർക്ക് ഇതായിട്ട് തിന്നല്ലോ, പാത്രത്തിൽ ഇരുന്നാലും നിറഞ്ഞിരിക്കുവേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഓരോന്നും പെറുക്കി തിന്നോട്ടെ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്താൽ. പക്ഷെ അത് ഇത്രയും വലിയ അബദ്ധമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല ഇടിയാണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഇതിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇപ്പം ആ ഇടി നടക്കുന്നത്. ഉണ്ടോ, ഇത് അടുത്ത ആളോട്ട് ഇപ്പം തുടങ്ങും ഇടി. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടും ഈ കറുത്തവനാണ് ഇടിയുടെ മെയിൻ ആൾ കേട്ടോ. അതുങ്ങളൊക്കെ മാറിയിരിക്കുവാണ്, പേടിച്ചിട്ടാണ്. ഇത് തിന്നിട്ട് അടുത്തെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എടുത്ത് കുടയും. എന്നുവെച്ചാൽ അവന് തന്നെ വേണം. ഉണ്ടതേ ഇപ്പം മറ്റേത് അവർ തന്നെ തട്ടി താഴ്ത്തിട്ടിട്ട് അവനറിയാം അയ്യോ മണ്ണിൽ പോയി എബത്തായെന്ന് മനസ്സിലായിട്ടുണ്ടേ. കണ്ടതേ അടുത്ത ഇടി. എന്ത് പറയാനാ, ഈ സ്നാക്സിനോടുള്ള ഇഷ്ടമാണ്. എന്താ ഇതിനകത്ത് ഇത്ര ഇതെന്ന് എനിക്കറിയില്ല. സാധാ ഇത് തന്നെ ടേസ്റ്റ് തന്നെയല്ലേ. പ്രത്യേകിച്ച് ചിലപ്പോൾ ഇവർക്ക് സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനത് വിചാരിച്ച് എണ്ണ പലഹാരമൊക്കെ ഇഷ്ടമായിരിക്കും. നമ്മളതൊന്നും കൊടുക്കുന്നില്ലല്ലോ. എന്തായാലും എന്താണെന്നറിയില്ല നമുക്ക്. അപ്പോൾ അതേ ഇപ്പം കണ്ട എന്തൊരു ഒത്തൊരുമയും, എല്ലാവരും കൂടി നല്ല സന്തോഷമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ ആൾക്ക് ദൈവം ഉറങ്ങത്തില്ലേ, അവനൊന്ന് കൊഞ്ചിച്ചൊക്കെ കഴിയുമ്പോഴേ ആളുറങ്ങുള്ളൂ കേട്ടോ. കണ്ടോ പാവം, ഇനിയിപ്പോൾ ഉറങ്ങിക്കോളും കിടന്ന്. നമ്മളുടെ ഒരു കരസ്പർശമൊക്കെ കിട്ടണം. വെറുതെ ശർമ്മക്കുട്ടൻ ഉറക്കം തൂങ്ങി കിറുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് വിളിക്കാം, അമ്മ ബെഡ് വിരിച്ചാന്നൊക്കെ പറഞ്ഞ്. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.